തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടം. ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടം ഉണ്ടായത്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അപകട സമയത്ത് 60ഓളം പേരാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോൾ നല്ല ഹൈറ്റേഡായി. അപ്പോൾ അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇങ്ങനെ ഈ വേലിയേറ്റ സമയത്ത് വെള്ളം തിരക്കുള്ള അടിച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണുന്നത്. അപ്പോൾ കയറ്റാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ കയറ്റിക്കൊണ്ടുപോയി നിറച്ച ആളുണ്ടായിരുന്നു. ഒരു 3 തിര പെട്ടെന്ന് വരെയായി അടിച്ച് അതെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് എല്ലാവരും അപ്പുറത്ത് അടിച്ച രണ്ട് ഭാഗത്തടിച്ചിട്ട്. അപ്പോൾ നമ്മളെ ലൈഫ് ഗാർഡും അവർ ലൈഫ് ഗാർഡ് ജാക്കറ്റൊക്കെ ഉള്ളതിൻ്റെ പുറത്തെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഇനി അവരൊരു കെയർ ചെയ്യണം. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഏകദേശം 50-60 ആളുണ്ടായിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന്. അജീഷ്, എന്താണ് സംഭവിച്ചത്? എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ? വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? ടി കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല പാവനാശം ബീച്ചിലെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇന്ന് വൈകിട്ടാണ് വലിയ തിരമാലയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരു അപകടമുണ്ടായത്. നമുക്കിന്ന് അറിയാവുന്ന പോലെ തന്നെ ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. വലിയ തിരക്ക് ഈ പാവനാശം ബീച്ചിൽ ഈ 2 ദിവസമായി തന്നെ അനുഭവപ്പെടുന്നു. ഇന്നും അത്രയധികം ആളുകൾ ഈ ബീച്ചിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 50-60ഓളം ആളുകൾ ഈ ബീച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി അവധി ആഘോഷിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. 2 മാസം മുൻപാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പോഴാണ് വലിയ തിരമാലയിൽ അപകടം പറ്റിയത്. 15 പേർക്കാണ് പരിക്ക് പറ്റിയത്. പക്ഷേ അവർക്കാർക്കും ഗുരുതരമായിട്ടുള്ള അപകടം പറ്റിയില്ല എന്നുള്ളത് ഏറെ ആശ്വാസമാണ്. എന്തായാലും നമുക്ക് ചില നാട്ടുകാരെ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചില നാട്ടുകാർ. ചേട്ടാ, ഏതാണ്ട് എത്ര മണിയോടാണ് നടന്നത്? എന്താ സംഭവിച്ചത്? ഏകദേശം ഒരു മണിക്കൂറാണ് സംഭവിച്ചത്. 5 മണിക്ക് അപ്പോൾ ഒരു വരവ് കടൽ പെട്ടെന്ന് വന്ന് അവിടെ അടിച്ച് കയറിച്ച്. പക്ഷേ അവരെല്ലാ ലൈഫ് ജാക്കറ്റും എല്ലാ ഇത് കൂടിയാണ് ആൾക്കാർ കയറ്റുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യം എല്ലാ ബോട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിൽ അവരെല്ലാം മുന്നിട്ട് നിന്ന് പിന്നെ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ആളുകളെല്ലാം കൂടി അവരെ എല്ലാവരും കൂടി കയറ്റി. അവരെ 2 ബോട്ടുകളുണ്ട്, അവരെന്നെ രക്ഷപ്പെടുത്താൻ സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഉണ്ട്. ലൈഫ് ജാക്കറ്റും 5 വയസ്സിലെ കൊച്ചുങ്ങൾ കയറ്റാറില്ല, 55 വയസ്സിൻ്റെ മുകളിൽ അവരും കയറ്റാറില്ല. പെട്ടെന്നൊരു വരവ് കടൽ വന്ന് അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നീ അതിൽ കയറിയിരുന്ന ഒരു ഭൂരിഭാഗം ആളുകൾക്ക് നീന്താനൊക്കെ അറിയായിരുന്നു? നീന്താൻ അറിയാം. ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ബാക്കിയിൽ അവരുടെ സ്റ്റാഫുകൾ എല്ലാവരും നീന്താനും എല്ലാ സെറ്റപ്പിലും ആൾക്കാരാണ്. പിന്നെ അവർ 2 ബോട്ടുകളുണ്ട്, എല്ലാ സെറ്റപ്പുകളുണ്ട്. നടത്തിപ്പുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. ആരും കുഴപ്പമില്ല. അവരെന്നെ എല്ലാവരും കൂടുതൽ 7 പേരാണ്. 7 പേരും രക്ഷപ്പെടുത്തുക അവരെന്നെ. നടത്തിപ്പുകാരുടെ ജീവനക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? എല്ലാവരും അവരുണ്ടായിരുന്നു. അവരെന്നെ രക്ഷപ്പെടുത്തിയത്. നല്ല നീന്തൽ പരിശീലനമുള്ള ടീമായിരുന്നു. എല്ലാം അവരെന്നെ ചെയ്തു. നമ്മുടെ വേലിയേറ്റ സമയത്ത് കയറി വന്നതാണ്. സാധാരണ സ്ഥിരമാണ് ഇത്തരം തിരമാല ശക്തമാകുന്നത്. നാളെ ഭാവമാണ്. അതോടുകൂടി പൊതുവേ കടലിൽ അങ്ങനെ ഒരു ക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അല്ലാണ്ട് അവരെല്ലാം പാലിച്ചിട്ട് തന്നെ. 5 വയസ്സിന് മുകളിൽ അവർ കയറ്റാറില്ല, 55 വയസ്സിന് മുകളിലും കയറ്റാറില്ല. ജാക്കറ്റ് എല്ലാം പാലിച്ചിട്ടാണ്, മാന്യതയോട് പാലിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടി കെ റിജിത്ത്. വേലിയേറ്റ സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് കടൽ ക്ഷോഭിക്കുന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ 2 പേര് മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും ബാക്കിയുള്ളവർ താലൂക്ക് ആശുപത്രിയിലും ഉണ്ട്. എന്തായാലും ഇവരുടെ അപകടം ഗുരുതരമല്ല എന്നുള്ളത് ഏറെ ആശ്വാസം നിറഞ്ഞൊരു വാർത്തയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.